ഉയിർത്തെഴുന്നേൽപ്പിൻ്റെയും പ്രത്യാശയുടെയും പുണ്യദിനമായ ഈസ്റ്റർ കുട്ടിപ്പാട്ടുകാരോടൊപ്പം പാടിത്തിമിർത്ത് ആഘോഷിക്കാൻ കുറച്ച് വിരുന്നുകാരും ടോപ്പ് സിംഗർ സീസൺ 5 പാട്ടുവേദിയിലെത്തിയിരുന്നു. ആലുവയിലെ കൃപ ചാരിറ്റബിൾ സ്ഥാപനത്തിലെ അന്തേവാസികളായ കുഞ്ഞുങ്ങളാണ് ഈസ്റ്റർ ദിനത്തിൽ അതിഥികളായി പാട്ടുവേദിയിലെത്തിയത്. അസാധാരണമായ കഴിവുകൾ കൊണ്ട് വിധികർത്താക്കളെയും അവതാരക മീനൂട്ടിയെയും വരെ അതിശയിപ്പിച്ചിരിക്കുകയാണ് ഒരു വിരുന്നുകാരൻ. ഇങ്ങനെയൊരു ഐശ്വര്യവും പുണ്യവും നിറഞ്ഞ ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡ് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് മീനാക്ഷി വളരെ വൈകാരികമായി പ്രതികരിച്ചത്. എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിലും ഏത് സിനിമയുടെ പേര് പറഞ്ഞാലും അതിലെ പാട്ട് ആരാ പാടിയത്, അഭിനയിച്ചവർ ആരൊക്കെ എന്നെല്ലാം ഞൊടിയിടയിൽ പച്ചവെള്ളം പോലെ പറയുന്ന അസാമാന്യ കഴിവുള്ള നൗഫൽ എന്ന കുഞ്ഞാണ് ജഡ്ജസിനെയും മീനൂട്ടിയെയും ഒരുപോലെ അതിശയിപ്പിച്ചത്. MG ശ്രീകുമാറും റിമി ടോമിയും ബിന്നിയും ഓരോരോ സിനിമാ പേരുകൾ പറയുമ്പോൾ അതിലെ പാട്ടുകൾ പാടി വിധികർത്താക്കളെ അതിശയിപ്പിക്കുകയാണ് നൗഫൽ. ഒപ്പം സിനിമയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ചിന്നമ്മ പാട്ടുപാടി MG ശ്രീകുമാറാണ് ഗായകൻ എന്ന് ഉത്തരം നൽകിയ നൗഫലിനോട് അതിലഭിനയിച്ച ഒരാൾ ഇവിടെയുണ്ട്, കണ്ടുപിടിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ മീനൂട്ടിയെ ചൂണ്ടിക്കാണിക്കുകയാണ് നൗഫൽ. ഒപ്പം എന്ന സിനിമയുടെ പേര് പറഞ്ഞപ്പോൾ ഞൊടിയിടയിൽ നൗഫൽ തന്നെ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഈശ്വര, എങ്ങനെയാണ് ഇതൊക്കെ ഇത്ര പെട്ടെന്ന് ഓർത്തു വയ്ക്കാൻ പറ്റുന്നത് എന്ന് അത്ഭുതവും എക്സൈറ്റ്മെൻറ്റും പ്രകടിപ്പിക്കുകയാണ് മീനാക്ഷി. ഇങ്ങനെയൊരു ഐശ്വര്യപൂർണമായ ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡ് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് മീനൂട്ടി വൈകാരികമായി പ്രതികരിച്ചപ്പോൾ ദൈവങ്ങളെ നേരിൽ കണ്ട പുണ്യം നിറഞ്ഞ ഈസ്റ്റർ അനുഭവമായിരുന്നുവെന്നാണ് വിന്നി കൃഷ്ണകുമാർ പ്രതികരിച്ചത്. ഉയിർത്തെഴുന്നേൽപ്പിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശം പകരുന്ന ഈസ്റ്റർ ദിനത്തിൽ നിരാലംബരായ കുഞ്ഞുങ്ങൾക്ക് അവരുടെ കഴിവ് ആദ്യമായി പ്രകടിപ്പിക്കാൻ വേദിയൊരുക്കിയ ടോപ്പ് സിംഗറിൻ്റെയും ഫ്ലവേഴ്സ് TVയുടെയും അണിയറ പ്രവർത്തകർ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു.